ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഈ പാനിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്ന സമയത്ത് 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 2.25 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം ഈ മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ ആദ്യം നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ. ഇപ്പോൾ മാവ് ഞാൻ കട്ടയൊന്നുമില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണിലും കുറച്ചുകൂടി കൂടുതലായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്താൽ പിന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മാവ് അടിയിൽ കട്ട പിടിച്ചു പോവും. അപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് മാവ് നന്നായിട്ട് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ മാവ് തെക്കായിട്ട് വരുന്തോറും നമ്മളിതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് മാവ് നന്നായിട്ട് വേവിച്ചെടുക്കണം. മാവ് ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിനാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവത്തിനായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ഒരു ചൂടിലായാൽ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു 8-10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് ചിരിവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ നമുക്ക് 1.5 കപ്പ് അരി എടുക്കുന്ന സമയത്ത് ഒരു 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. അപ്പോൾ ചെറിയ ചൂടുണ്ടാവും, എന്നാലും ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ നനവോട് കൂടിയിട്ട് ഓരോ വലിയ ബോൾസാക്കി എടുക്കുക. കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് കുറച്ച് വലിയ ബോളാക്കി എടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. കൈ ഒന്ന് നനക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും, അല്ലെങ്കിൽ മാവ് കുറച്ചൊന്ന് ഒട്ടിപ്പിടിച്ച പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ബോളാക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കട്ടിയായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഈ ഒരു വട്ടത്തിൽ കുറച്ച് കട്ടിയിൽ ഇതേപോലെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കൈ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഓരോ അപ്പമായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ആദ്യം വെച്ചത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ 1-2 തവണ തിരിച്ചു മറിച്ചും ഇട്ടാൽ നന്നായിട്ട് പുറമേ നല്ല മൊരിഞ്ഞ് ഇരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അപ്പാണിത്. അപ്പോൾ 1-2 തവണ തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറച്ച് വെക്കണ്ട, അപ്പോൾ കുറച്ചൊരു ഹാർഡായതുപോലെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക 2 സൈഡും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഈ റബ്ബർ റെഡിയായി വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അപ്പം ഷേപ്പാക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ പാനിൽ നിന്നും മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ നമുക്ക് ഇത് ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. നമുക്ക് ചിക്കൻ കറി, ബീഫ് കറിയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ്, തലേ ദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള അപ്പങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിന്ന് ഇവിടെ കഴിക്കുന്നത് മുട്ട റോസ്റ്റിൻ്റെ കൂടെയാണ്. കുറച്ച് എരിവുള്ള മുട്ട റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. കുറച്ച് എരിവുള്ള കറികളുടെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.